السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه برضا الله أما بعد. വിശുദ്ധമായ ഖുർആനും ഹദീസിനുമാണ് നസ്സ് എന്ന് പറയുന്നത്. നസ്സുകളിൽ വരുന്ന ചില മുതശാബിഹാത്തുകളെ എങ്ങനെയാണ് നാം അതിനെ സമീപിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് നാം സംസാരിക്കുന്നത്. മുതശാബിഹാത്തുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ലാഹിറായ പ്രകടമായ അർത്ഥം ദീനിന്റെ ഉസൂലിനോട് എതിരാവുമ്പോഴാണ് അത് മുതശാബിഹാത്ത് ആയി നാം വ്യാഖ്യാനിക്കുന്നത്. മുതശാബിഹാത്തുകളെ സമീപിക്കേണ്ട രീതിയിൽ സലഫ് ഖലഫ് എന്നീ രണ്ട് വിഭാഗം, ഹിജ്റ 500 മുമ്പുള്ളവർ, അതിനുശേഷമുള്ളവർ, അതിലൊക്കെ ഇജ്മാലിയായ തഅ്വീല് വേണം എന്ന് സലഫും ഖലഫും യോജിച്ചിട്ടുണ്ട്. പിൻഗാമികളും മുൻഗാമികളും പറയുന്നു അതിൽ വ്യാഖ്യാനം ആവശ്യമാണ് എന്ന്. എന്നാൽ അവർ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നത് അവിടെ തഫ്സീലിയായ തഅ്വീല് വേണമോ വേണ്ടയോ എന്ന വിഷയത്തിലാണ്. തഫ്സീലിയായ തഅ്വീല് വേണം എന്നാണ് ഖലഫ് പറയുന്നത്. അത് വേണ്ട, അത് വെറും തൻസീഹ, അത് അല്ലാഹുവിലേക്ക് തഫ്വീൽ ചെയ്യുക, അത് അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്നതാണ് സലഫ് മുന്നോട്ട് വെക്കുന്ന കാര്യം. ഇങ്ങനെ ഒരു ഖിലാഫ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം വിശുദ്ധ ഖുർആനിലെ വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽമി എന്നവിടെ ഇല്ലല്ലാഹ് എന്ന അവിടെ വഖഫ് ഉണ്ട് എന്ന അഭിപ്രായത്തിന്റെ മേൽ എടുത്തുകൊണ്ടാണ് അവിടെ തഅ്വീൽ വേണ്ട, തഫ്വീലാണ് വേണ്ടത് എന്ന് സലഫ് പറയുന്നത്. എന്നാൽ അത് വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹു വറാസിഖൂന ഫിൽ ഇൽമി എന്നതാണ് അവിടെ വഖഫില്ലാതെയാണ് പാരായണം ചെയ്യുന്നത് എങ്കിൽ അതിന്റെ മേൽ എടുത്തുകൊണ്ടാണ് ഖലഫ് അവിടെ തഅ്വീൽ പറ്റും, തഫ്സീലിയായ തഅ്വീൽ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ആകയാൽ സലഫും ഖലഫും അഹ്ലുൽ ഹഖ് മുഴുവനും യോജിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഖുർആനിലോ ഹദീസിലോ വന്ന ഇത്തരത്തിലുള്ള മുതശാബിഹാത്തുകളെ തഅ്വീൽ ചെയ്യണം എന്ന്. അതുകൊണ്ട് തന്നെ സലഫിനോട് ഖലഫ് എതിരായി എന്ന പ്രശ്നം വരുന്നില്ല. മാത്രമല്ല, സലഫിലുള്ള ചില പണ്ഡിതന്മാർക്ക് അവിടെ തഫ്സീലിയായ തഅ്വീൽ തന്നെ വേണം എന്ന് സലഫിലുള്ള ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സലഫിന്റെ കാലഘട്ടത്തിലുള്ള അഭിപ്രായം തന്നെയാണ് ഖലഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി വിശുദ്ധമായ ഖുർആനിൽ വരുന്ന ഇത്തരത്തിലുള്ള മുതശാബിഹാത്തുകൾ നാം മൂന്നായി നമുക്ക് തിരിക്കാം. ഒന്ന്, അള്ളാഹുവിന്റെ ജിഹത്തിനെ തോന്നിപ്പിക്കുന്ന ഒന്ന്. അള്ളാഹുവിന്റെ ജിഹത്തിനെ, അള്ളാഹുവിന് ജിഹത്തുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഫൗഖിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ സലഫ് പറയുന്നു ഫൗഖിയത്തുൻ ലാ നഅലമുഹ, അത് നമുക്കറിയാത്തൊരു ഫൗഖിയത്താണ്. അതേസമയം ഖലഫ് പറയുന്നു അത് അള്ളാഹുവിന്റെ ബഹുമാനത്തിന്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, അള്ളാഹുവിന് സൂറത്തുണ്ട് യദുല്ലാഹി ഫൗഖ ഐദീഹി, അവിടെ സലഫ് പറയുന്നു അത് നമുക്കറിയില്ല, അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്നാൽ ഖലഫ് പറയുന്നു യദ് എന്നതിന്റെ അർത്ഥം അവിടെ ഖുദ്റത്ത് എന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ഇവിടെ നൽകപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന ഒരു ആയത്തുമായിട്ട് ഒരാൾ വന്ന സമയത്ത് മഹാനവറുകൾ പറയുന്നുണ്ട് അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂലിൻ വൽ കൈഫിയതു മജ്ഹൂൽ വൽ കൈഫിയതു ഗൈറു മഅലൂമിൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ. അതായത് ഇസ്തിവാഇ എന്നത് അത് വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹുവിന് ഇസ്തിവാ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് അത് നാം വിശ്വസിക്കേണ്ടതാണ്. അതേസമയം ആ ഇസ്തിവാ കൊണ്ടുള്ള രൂപം എങ്ങനെയാണ്, അതിന്റെ മാനദണ്ഡം എങ്ങനെയാണ്, അതിന്റെ കൃത്യത എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല എന്നാണ്
മഹാനവറുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വരുന്ന ഇത്തരത്തിലുള്ള മുതശാബിഹാത്തുകൾ മുജസ്സിമത്തിനെ പോലെ അതുപോലെ തന്നെ മുശബ്ബിഹത്തിനെ പോലെ ഇത്തരത്തിലുള്ള അവാന്തര വിഭാഗങ്ങളെ പോലെ അതിനെ അതുപോലെ തന്നെ വ്യാഖ്യാനിക്കണം എന്ന് നാം പറയരുത്. ഇബ്നു തൈമിയ്യക്ക് പിഴച്ചത് അവിടെയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പോലെ യൻസിലു തബാറക വ തആല എന്ന് വരെ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഈ മുതശാബിഹാത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു പരീക്ഷണമാണ് എന്ന് മാത്രം മനസ്സിലാക്കി ഇതിലെ ഏറ്റവും അഹ്കമും അസ്ലമുമായ തഫ്വീലിന്റെ വഴി നാം തിരഞ്ഞെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. നിങ്ങൾക്കു നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.